സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച അതിഥികളാണ് ഒരു CMI മിഷണറിയും 3 CMC സന്യാസിനികളും. എല്ലാവരും മഡഗാസ്കറിൽ സേവനം ചെയ്യുവാൻ ജീവിതം സമർപ്പിച്ചവരാണ്. 2011 റീജൻസിക്കായി ഇവിടെ ഉണ്ടായിരുന്ന ജിൻഡോ ഇരിഞ്ഞേരിയച്ചൻ 2015 പട്ടം എഴുതി 2016 മഡഗാസ്കറിൽ വീണ്ടും എത്തുന്നത്. 2021 മുതൽ 2 വർഷത്തെ ഫ്രഞ്ച് ഭാഷ പഠനത്തിനായി ചാക്കോ അച്ഛനോടൊപ്പം ഫ്രാൻസിലായിരുന്നു. എനിക്ക് തുണയായി ലഭിച്ച ജിൻഡോച്ചനാണ് ബെത്താലത്താരിയിൽ വിരുന്നു വന്നവരിൽ ഒരാൾ. ഇവിടെ പല പള്ളികളിലും മാറി വരുന്ന അച്ഛന് വിശ്വാസികൾക്ക് ആദ്യം നൽകേണ്ടി വരുന്ന കൂദാശ രോഗിലേപനമോ കുർബാനയോ ശവസംസ്കാരമോ ഒക്കെ ആയിരിക്കും. എന്നാൽ ജിൻഡോച്ചൻ നൽകിയ ആദ്യത്തെ കൂദാശ മാമോദീസയാണ്. 14 പേരെ നല്ല ഇടയൻ്റെ കൂട്ടിൽ കയറ്റിയാണ് ജിൻഡോച്ചൻ്റെ തുടക്കം. ഞങ്ങളുടെ ഗ്രാമങ്ങളിലെ 4 സ്കൂളുകളുടെ സുഗമമായ നടത്തിപ്പിന് ജിൻഡോച്ചൻ്റെ സാന്നിധ്യം കരുത്തേക്കും. മുറണ്ടാവ് രൂപതയുടെ ബിഷപ്പും കർമ്മലീത്തക്കാരനുമായ ഫബിയൻ പിതാവിൻ്റെ ക്ഷണത്തെ തുടർന്ന് ഈ അപരിചിത ദ്വീപിൽ ഭയലേശമില്ലാതെ കടൽ കടന്നു വന്ന 3 CMC സന്യാസിനികളാണ് ഞങ്ങൾക്ക് ലഭിച്ച വിരുന്നുകാരിലെ രണ്ടാമത്തെ കൂട്ടം. തങ്ങൾക്കറിയാത്ത ഭാഷയിലും സംസ്കാരത്തിലും പിച്ചുവെച്ച് നടക്കാനെത്തിയ സിസ്റ്റർ അനൂപ, സിസ്റ്റർ സിനി മരിയ, സിസ്റ്റർ സുമി ജേക്കബ്. സ്ത്രീകൾ തനിച്ച് വീടിന് പുറത്തിറങ്ങാത്തൊരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് ഈ സന്യാസിനികൾ ഇവിടെ എത്തിയെങ്കിൽ അതിന് പ്രധാന കാരണം തമ്പുരാനോടുള്ള സ്നേഹം കൂടുതൽ തന്നെ. വിശുദ്ധരിൽ ആരായിരിക്കും കൂടുതൽ, പുരുഷന്മാരോ സ്ത്രീകളോ? ആരാണ് തമ്പുരാനെ കൂടുതൽ സ്നേഹിക്കുക? അധികം കരുണ ലഭിച്ചവൻ കൂടുതൽ സ്നേഹിക്കുമെന്ന് സുവിശേഷം പറയുന്നു. അമ്മമാരുടെ സ്നേഹത്തിനാണ് കൂടുതൽ തിളക്കമെന്ന് പറയാറുണ്ട്. അതവർ സ്ത്രീകളായതുകൊണ്ടാകാം. ഈശോയുടെ ശിഷ്യരുടെ കൂട്ടത്തിൽ ത്യാഗസമ്പന്നരായ സ്ത്രീ രത്നങ്ങളും ഉണ്ടായിരുന്നു. സുവിശേഷ സംഘത്തിന് വേണ്ട സേവനങ്ങൾ ഇവർ നൽകിയിട്ടുമുണ്ട്. ഇത്തരക്കാരെ ഇന്നും പള്ളികളിൽ കാണാം. തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവർ ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷ കാലയളവിൽ യാതൊരു പ്രതിഫലവും വാങ്ങാതെ ഞങ്ങളുടെ തുണികൾ അലക്കി തരുന്ന ഇവിടുത്തെ ഗ്രാമീണ സ്ത്രീകൾ പണ്ടുള്ളവരുടെ പിൻഗാമികൾ തന്നെയാണ്. ഞങ്ങൾക്ക് വേണ്ട പല ഭക്ഷണ സാധനങ്ങളും കൊണ്ടാണ് അവർ വരിക. തമ്പുരാനോട് അവർ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അവരോട് ബഹുമാനവും ലേശമാസിയോടും കൂടെ എനിക്ക് പറയുവാനുള്ളത് ഇതാണ്: സ്ത്രീകൾ അധികം സ്നേഹിക്കുന്നത് അവർക്കത് എളുപ്പമായതുകൊണ്ടാണ്. അത്രയും എളുപ്പമല്ലെങ്കിൽ കൂടി ഞങ്ങൾ പുരുഷന്മാർ തമ്പുരാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കല്ലേ കൂടുതൽ പ്രതിഫലം ലഭിക്കേണ്ടത്? ഞങ്ങളല്ലേ ഉയർത്തെഴുന്നേറ്റ തമ്പുരാനെ ആദ്യം കാണേണ്ടിയിരുന്നത്? ഞങ്ങളല്ലേ ആദ്യം വിശുദ്ധരാകേണ്ടവരും? മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.